എന്തായാലും നിങ്ങളുടെ പഴയ ഫോൺ വിൽക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ കണ്ടത് നന്നായി. കാരണം പലരും ഫോൺ വിൽക്കുന്നതിന് മുന്നേ ചുമ്മാ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഫോൺ വിൽക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരിക്കലും ഫാക്ടറി റീസെറ്റ് ചെയ്യരുത്. കാരണം അതിന് മുന്നേ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. ഇപ്പോഴും ഫോൺ വിൽക്കുന്നതിന് മുന്നേ പല ആൾക്കാരും അവരുടെ ഫോണിന്റെ ബാക്കപ്പ് എടുത്ത് വെക്കാറില്ല എന്നുള്ളത് സത്യമാണ്. പുതിയതായിട്ടൊരു ഫോൺ വാങ്ങിച്ചു, പഴയ ഫോണും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവനും കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പുതിയ ഫോൺ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യും? ഗൂഗിൾ ഡ്രൈവ് ഫ്രീ ആയിട്ട് 15 GB ഓരോ ഇമെയിലിൻ്റെ കൂടെയും തരും. ചില ആൾക്കാർക്ക് അത് 5 GB ഒക്കെ ആക്കി കുറച്ചായിരുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 100 GB ഗൂഗിൾ ഡ്രൈവ് ട്രയൽ ആയിട്ട് നിങ്ങൾക്ക് തരും. ആ 100 GB അങ്ങ് എടുത്തിട്ട് നിങ്ങളുടെ ഫോൺ അതിനകത്തേക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചോളാം കൊടുക്കുന്നതിന് മുന്നേ. അങ്ങനെ ഒരു ഓഫർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു Type-C to USB പെൻ ഡ്രൈവ് നിങ്ങൾ മേടിച്ചേക്കാം. എന്നിട്ട് നിങ്ങളുടെ പഴയ ഫോണിൻ്റെ അകത്ത് ലോക്കൽ ബാക്കപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്ത് ലോക്കൽ ബാക്കപ്പിൽ നിങ്ങളുടെ ഫോണിൻ്റെ സകല സാധനങ്ങളും ബാക്കപ്പ് ചെയ്തൊരു ഫയലായിട്ട് കിട്ടും. അതിനെ ഇതേമാതിരി ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ SSD അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സാംസങ് ഫോണിൽ കണ്ടേക്കുന്നത് പെൻ ഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് USB-ലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് പുതിയ നിങ്ങൾ മേടിക്കാൻ പോകുന്നത് ഒരു സാംസങ് ഫോൺ ആണെങ്കിൽ ജസ്റ്റ് ആ പെൻ ഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ പഴയ ഫോൺ പോലെ തന്നെ പുതിയ ഫോൺ ആക്കി കിട്ടും. സോ ബാക്കപ്പ് എടുത്ത് വെക്കാനുള്ള സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള സകല ഡാറ്റയും മാനുവലി ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. മാനുവലി ഡിലീറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഗാലറി പോവുക, സകല ഫോൾഡർ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോവുക, സകല സാധനം സെലക്ട് ചെയ്യുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതല്ല പ്രധാന പരിപാടി, ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ഒരു ഫ്രീ സ്പേസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ ഫോൺ നിങ്ങളെങ്ങാനും വിറ്റ് കഴിഞ്ഞാൽ ഇത് മേടിക്കുന്നവന് സുഖമായിട്ട് ഡാറ്റ മുഴുവൻ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വല്ല മോക്ക് ഫയൽ അഥവാ ഡമ്മി ഫയൽ ഉണ്ടാക്കുന്ന വെബ്സൈറ്റിൽ പോകണം. പല വെബ്സൈറ്റുകളുണ്ട്. ഒരു വെബ്സൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് filemock.com എന്ന് പറഞ്ഞ സാധനമാണ്. അതിനകത്ത് 500 MB ഒക്കെ ഫയൽ ഉണ്ടാക്കാൻ പറ്റും. ആ സാധനം ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ 500 MB ഡാറ്റ ഒന്നും പോകില്ല കേട്ടോ. നിങ്ങളുടെ ബ്രൗസറിൽ തന്നെ ഉണ്ടാവുന്ന ഡമ്മി ഫയലാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതങ്ങ് കോപ്പി ചെയ്യുക, വീണ്ടും പേസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്റ്റോറേജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു 64 GB ഫോണാണെങ്കിൽ അതിനകത്തൊരു 30 GB ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കോപ്പി ചെയ്ത് ആ 30 GB അങ്ങ് നിറയ്ക്കുക. ഈ നിറച്ച് വയ്ക്കുന്ന വഴി എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ പഴയ ഡേറ്റ ഉണ്ടായ സ്ഥലത്തൊക്കെ ഈ പുതിയ ഡേറ്റ അങ്ങ് ഓവർ റൈറ്റ് ആവുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇനി എങ്ങാനും നിങ്ങൾ വിൽക്കുന്ന ആൾ പഴയ ഡേറ്റ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം മാത്രമേ കിട്ടുള്ളൂ. ഇനി ഡേറ്റ മാത്രമേ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യല്ലേ. പല ആൾക്കാരും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ചുമ്മാ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഫാക്ടറി റീസെറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ചുമ്മാ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം അറിയൂ? നിങ്ങളുടെ ഫേസ്ബുക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിവൈസിനെ ട്രസ്റ്റഡ് ഡിവൈസ് ആയിട്ട് എടുത്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി മേടിക്കുന്നവൻ പോയിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ട്രസ്റ്റഡ് ഡിവൈസ് ആണല്ലോ. അപ്പോൾ ഇവൻ്റെ ഫോൺ അല്ലേ, അപ്പോൾ ഇവൻ്റെ അക്കൗണ്ട് തന്നെ ആയിരിക്കും. തനിയെ അങ്ങ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി അവർക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഓരോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനും കയറിയിട്ട് അവിടെ നിങ്ങൾ മാനുവലി ലോഗ് ഔട്ട് ചെയ്ത് കളയാൻ മറക്കണ്ട. ഇനി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ പോട്ട് ഇത് ക്രൂഷ്യലായിട്ട് ചെയ്യണത് നിങ്ങളുടെ UPI ആപ്ലിക്കേഷനുകളിലും ബാങ്കിൻ്റെ ആപ്ലിക്കേഷനുകളാണ്. അതിലൊക്കെ ലോഗ് ഔട്ട് തന്നെ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പാടുള്ളൂ. ഇനി നാലാമത്തെ കാര്യം, പല ആൾക്കാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ, പ്രത്യേകിച്ചും IT കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വർക്ക് അക്കൗണ്ടിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് കയറുന്ന ഉറപ്പുവരുത്തുക. ഈ 2 factor authentication എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് SMS അല്ല, ഫോണിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ മൈക്രോസോഫ്റ്റ് ഓതൻറ്റിക്കേറ്റർ പിങ് ID എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ അപ്രൂവ് കൊടുത്താലേ അവിടെ ലോഗിൻ ആവുള്ളൂ. അപ്പോൾ ഈ സാധനം നിങ്ങളുടെ ഡിവൈസിലാണല്ലോ, നിങ്ങൾ അറിയാണ്ട് അങ്ങ് ഫോർമാറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് അറിയില്ല നിങ്ങൾ ഫോൺ കൊടുത്ത കാര്യം. ഈ കമ്പ്യൂട്ടർ നിങ്ങളുടെ ആ ഡിവൈസിലേക്ക് തന്നെ നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വേറൊരു ഫോണിലേക്ക് 2 factor authentication മാറ്റുക. ഇത് മാറ്റുക എന്ന് മാത്രമല്ല, പല വർക്ക് ആപ്ലിക്കേഷനും ഫോണിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ മോണിറ്റർ ചെയ്യാനായിട്ട് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടാവും. കമ്പനി പോർട്ടൽ എന്നുള്ള പേരിലൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ കളയാൻ മറക്കണ്ട, അല്ലെങ്കിൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഫൈൻഡ് മൈ ഫോൺ, അത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആക്കി വെക്കാൻ മറക്കണ്ട. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈൻഡ് മൈ ഫോൺ വിചാരിക്കുന്നത് ഇത് ആരോ അക്കൗണ്ട് പോയിട്ട് റീസെറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് അതങ്ങ് ലോക്ക് ആക്കി കൊടുക്കും. പിന്നെ നിങ്ങൾ വിൽക്കുന്ന ആൾ പോയിട്ട് ഫോൺ സെറ്റപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അവിടെ അടിക്കാൻ പറയും. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഫൈൻഡ് മൈ ഫോൺ ഓഫ് ആക്കാൻ മറക്കണ്ട. അതേപോലെ സെറ്റിംഗ്സിൽ പോയിട്ട് മാനേജ് അക്കൗണ്ട്സിൽ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചേക്കുന്ന അക്കൗണ്ടുകളൊക്കെ ഇല്ല, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഉണ്ടാവാം, ഗൂഗിളിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇപ്പോൾ ഓപ്പോ ആണെങ്കിൽ ഓപ്പോ അല്ലെങ്കിൽ സാംസങ്, അങ്ങനെ അക്കൗണ്ടുകളുണ്ട്. ഇതൊക്കെ ലോഗ് ഔട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി അങ്ങനെ അധികം ആൾക്കാരൊന്നും മറക്കാറില്ല. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള സിം ഊരി മാറ്റുക എന്നുള്ളത്. ബിക്കോസ് ഫിസിക്കൽ സിം ഉള്ളവരൊന്നും അങ്ങനെ മറക്കില്ല. പക്ഷേ ഈ സിം ആണ് നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം ഈ സിമ്മിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ സിം ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ആ പുതിയ ഫോൺ ഉണ്ടെങ്കിൽ
നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പുതിയ ഫോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ജിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ജിയോ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ സിമ്മിനെ ഫിസിക്കൽ സിം ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ സിം ആക്കി മാറ്റിത്തരും. അങ്ങനെ മാറ്റിയ ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഈ സിം ഡിലീറ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിൽക്കാം. അത് കഴിഞ്ഞ് പിന്നെ പുതിയ ഫോൺ വരുമ്പോൾ വീണ്ടും അത് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി ഈ സിം സെറ്റപ്പ് ചെയ്യുക. അല്ലാണ്ട് ഈ സിമ്മോട് കൂടി നിങ്ങൾ ഫോൺ വിൽക്കാൻ പോകുമ്പോൾ ഡയറക്റ്റ് അങ്ങ് ഡിലീറ്റ് ആക്കി ഈ സിം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സിം അതിനകത്ത് ചിലപ്പോൾ ലോക്കായി പോകും. പിന്നെ നിങ്ങൾക്ക് ആ നമ്പറും കിട്ടില്ല, ആകെപ്പാടെ കുരുക്കായിരിക്കും. ഇനി ഇത് മാത്രമല്ല, ഫോൺ വിൽക്കാനായിട്ടുള്ള നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പറും സീരിയൽ നമ്പറും നിങ്ങൾ അറിഞ്ഞിരിക്കണം വിൽക്കുന്നതിന് മുന്നേ. ജസ്റ്റ് ഡയൽ പാഡിൽ പോയിട്ട് *#06# എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ IMEI നമ്പർ സീരിയൽ നമ്പറും കാണും. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വേറെ ഫോണിലേക്കോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കുക. എന്താണെന്നറിയോ, ഫോൺ നിങ്ങൾ ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി വിറ്റു അവർ നിങ്ങൾക്ക് പൈസ തന്നു. പക്ഷേ ഈ വിറ്റ ഫോണ് വേറെ ആരെങ്കിലും വാങ്ങിയിട്ട് അവരെന്തെങ്കിലും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ ആ IMEI നമ്പറും സീരിയൽ നമ്പറും എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഫോൺ ആക്ച്വലി മേടിച്ചേക്കുന്നത് നിങ്ങളാണോ? അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രൂഫ് വേണം. അതായത് ഇത് എൻ്റെ ഫോണായിരുന്നു, ഈ ഫോൺ ഞാൻ വിറ്റു, ഇന്ന ദിവസമാണ് റീസെറ്റ് ചെയ്തത്, ഇതാണ് ഞാൻ അന്ന് എടുത്ത് വെച്ചേക്കുന്ന ഫോട്ടോ ആണ്, ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ സാധനം നിങ്ങളുടെ കയ്യിൽ വേണം. ഈ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാം. ഇനി ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിലും ഒരു ട്രിക്ക് ഉണ്ട്. ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഇപ്പോൾ ഡമ്മി ഡാറ്റയാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്, ഡമ്മി ഡാറ്റയൊക്കെ അങ്ങ് ക്ലിയർ ആയി പൊക്കോളും. പക്ഷേ ഇത് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ഫോൺ സെറ്റപ്പ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ വൈഫൈയോ അക്കൗണ്ട് ഒന്നും ലോഗിൻ ചെയ്യേണ്ട, ചുമ്മാ അങ്ങ് സെറ്റപ്പ് ചെയ്ത് ഹോം സ്ക്രീൻ വരെ എത്തിയിട്ട് ഒന്നുകൂടി ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഒരു വട്ടവും കൂടി ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു വിശ്വാസം. ഇനി ഇതൊക്കെ കഴിഞ്ഞു, ഈ ഫോൺ എപ്പോൾ വിറ്റ് പോകുമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഫോൺ ഓഫാക്കി വെക്കല്ലേ. ഒരു 50 മുതൽ 60% ഇടയിൽ ചാർജ് ആക്കിയിട്ട് നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി തീരെ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ഫോണിൻ്റെ ബാറ്ററി തന്നെ ബൾജായ സ്ഥിതി വരും. പിന്നെ റീസെയിൽ വാല്യൂ കുറയ്ക്കുന്ന പല ആൾക്കാരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ് ആ ഫോണിൻ്റെ ഒറിജിനൽ ബോക്സും ഇൻവോയ്സും ഇല്ല എന്നുള്ളത്. എത്ര പേർക്ക് ശീലം ഉണ്ടെന്നറിയില്ല, പക്ഷേ നിങ്ങളൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ബോക്സ് നിങ്ങൾ സൂക്ഷിക്കണം. അതിൻ്റെ പ്രധാന കാരണം എന്താ പറയുക, ഈ ബോക്സിൻ്റെ പുറത്തും ഫോണിൻ്റെ IMEI നമ്പറും സീരിയൽ നമ്പറും ഉണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലും അതുണ്ട്. ആ ബോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഒറിജിനൽ നിങ്ങൾ വാങ്ങിയ സാധനമാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അതിനോടൊപ്പം ഇൻവോയ്സ് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇൻവോയ്സും ബോക്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറിജിനൽ ആക്സസറീസ് ഇല്ല, ഒറിജിനൽ കേബിൾ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പോകുമ്പോൾ നല്ല എമൗണ്ട് കിട്ടും. പിന്നെ ഫോൺ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ സ്ക്രീൻ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി മാറ്റാം. പല ആൾക്കാരെയും സ്ക്രീൻ ഗാർഡ് പൊട്ടിയിരിക്കും, അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ് മേൽ പല സ്ക്രാച്ചുകളും ഡേർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ സ്ക്രീനിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണില്ല. അപ്പോൾ അത് ഊരിയതിന് ശേഷം ഒരു തുണിയൊക്കെ വെച്ച് തുടച്ച് ആ ഒരു ബോക്സിൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വട്ടം ഫോൺ വിൽക്കാൻ പോകുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസമാധാനത്തോടു കൂടി നിങ്ങൾക്കിരിക്കാം. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ നല്ലതായിട്ട് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ Oppo Reno 16 ഒരു ഗീവ് അവേ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുന്നേ, 5 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പോയി രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. ആ വീഡിയോ ചാനൽ കിടപ്പുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.